ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ഹങ്കർ ട്രാവലർ. ഇഡ്ലി ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഇഡ്ലി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ് പരിചയപ്പെടുത്തുന്നത്, ലെമൺ ഇഡ്ലി. ഈ സിമ്പിൾ വിഭവം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ലി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ ബട്ടൺ ഇഡ്ലി എന്ന് പറയില്ലേ, അതായത് ചെറിയ തട്ടിൽ ഒഴിച്ചിട്ടാണ് ഇഡ്ലി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ അടുത്ത് വലുതാണുള്ളതെന്ന് വെച്ചാൽ വലിയ ഇഡ്ലി ഇതേപോലെ കൈ കൊണ്ട് മുറിച്ചിട്ട് കഷ്ണങ്ങളാക്കി ചെറിയ പീസുകളാക്കിയിട്ട് വെക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ബട്ടൺ ഇഡ്ലി ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കാനാണെങ്കിൽ അവർക്ക് ഈ ചെറിയ ഇഡ്ലി കാണുമ്പോൾ സന്തോഷമാവും. അപ്പൊ ഒരു മൺചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, നെയ്യും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. ഒരു ടീസ്പൂൺ കടുകാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഓരോ സ്പൂൺ വീതം ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പച്ചമുളക് ചേർക്കുന്നില്ലെങ്കിൽ വറ്റൽമുളക് ഒരു 5-6 ചേർത്തോളൂ, അല്ലെങ്കിൽ എരിവുണ്ടാവില്ല. എനിക്ക് പച്ചമുളകിന്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഒറ്റ വറ്റൽമുളക് മാത്രം ചേർത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് അരിഞ്ഞതും അതേപോലെ ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മീഡിയം സൈസ് ആണെങ്കിൽ 2 എടുക്കാം. അത് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. സവാള നല്ലോണം വഴന്നു വന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഈ വിഭവം, ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതേപോലെ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് വഴി ഞങ്ങളെ അറിയിക്കണേ. അപ്പം നമ്മൾ ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. അപ്പൊ ഇഡ്ലിക്കും കൂടി കണക്കാക്കിയിട്ട് വേണം കേട്ടോ ഉപ്പിടാനായിട്ട്. ഇഡ്ലിയിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. ഇഡ്ലി ഉണ്ടാക്കുമ്പോൾ ബാറ്ററിൽ നമ്മൾ ഉപ്പ് ചേർക്കുമല്ലോ. അപ്പൊ അതിനനുസരിച്ചിട്ട്, പക്ഷേ ഇതില് കുറച്ച് ഉപ്പ് മുമ്പിൽ നിൽക്കണം. അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഇട്ടിട്ട് ഫ്രൈ ആക്കാം. ഇനി ഇതിൽ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ ഇനി ഇതിലേക്ക് നമ്മളുടെ ഇഡ്ലി പീസുകൾ ഇടാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ഇഡ്ലി കുട്ടന്മാരെ ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മസാലയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. നല്ലോണം ഫ്രൈ ആക്കി എടുക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാണ്ട് സോഫ്റ്റ് ആക്കി എടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇത്തിരി സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ അതാ നമ്മളുടെ ഇഡ്ലിക്കുട്ടന്മാരെ സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തു. 2 മിനിറ്റിന് ശേഷം ഞാനിവിടെ നമ്മുടെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തീ ഓഫ് ചെയ്യാണ്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കും. അപ്പോൾ തീ ഓഫ് ചെയ്ത് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ലെമൺ ജ്യൂസ് ഇതിനകത്തേക്ക് പിഴിഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്രയും പിഴിഞ്ഞു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയ ലെമണിന്റെ ഹാഫാണ് പിഴിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് പുളി ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ പിഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കഴിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി അല്ലേ, വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.